നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ പിന്നെ അത് തെളിയിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചാ പോരായിരുന്നോ? മുമ്പ് മന്ദാകിനിയുടെ ഫോണിൽ നിന്ന് ACPക്ക് ഒരു റോങ് ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. ആരാണ് മന്ദാകിനിയുടെ ഫോൺ ഉപയോഗിച്ചതെന്ന് അറിയില്ല. അത് ഞങ്ങളാണെന്ന് പറയല്ലേ മാഡം? ഈ ഹോസ്റ്റലിലെ കുട്ടികൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യില്ലല്ലോ. ഇങ്ങനെ ചെയ്തതാരാണെന്നറിയാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്ത് നടന്നാലും അത് പാൽക്കാരൻ പയ്യന്റെ ഗോസ്റ്റ് ആണെന്ന് കഥയുണ്ടാക്കി പറയും. അതാണിപ്പോ ഇവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല മാം. എന്തൊക്കെ ആരൊക്കെ ചെയ്താലും ഒരു ദിവസം തെളിവോടെ എന്റെ കയ്യിൽ കിട്ടും. അന്ന് നടപടി ഉണ്ടാവും. 3 പേരും പൊയ്ക്കോ. ഈ പിള്ളേരെ കൊണ്ട് വലിയ തലവേദനയായിരിക്കും ഡോക്ടർ. ഇതെല്ലാം അവര് ചെയ്യുന്നതാണോ അതോ? ഡോക്ടറുടെ കൈതട്ടി വീണതാണോ? അത് ആയിരിക്കും. എന്താ എന്താ ഡോക്ടർ? എന്താ? ഏയ് ഒന്നുമില്ല. ഇത് പിടിക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ. ഇപ്പോഴേ ആർത്തി കാണിക്കാതിരേ. സമാധാനത്തിൽ കഴിക്കാം. തിരുമേനിയുടെ ടെൻഷൻ മാറിയില്ലേ? ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. നിങ്ങളുടെ കുട്ടികളോട് താമസിക്കുമ്പോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് എല്ലാ സുരക്ഷിതത്വവും ഞങ്ങളിവിടെ നൽകുന്നുണ്ട്. അത് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതല്ലേ എന്താ? മനയിൽ നിന്നും കൊണ്ടുവന്ന കുറച്ചു പലഹാരങ്ങളാ. മുത്തശ്ശനും ഓപ്പോക്കും ഞങ്ങളെ കാണാൻ വരുമ്പോഴെല്ലാം ഇത് പതിവാ മാം. മനയിലെ സ്പെഷ്യൽ ഐറ്റംസാ. ഇതൊന്നും പുറത്തു വാങ്ങാൻ കിട്ടില്ല മാം. ഇതിൽ കുറച്ച് മാമിന് തരാം. ഇതെല്ലാം മുത്തശ്ശനും ഓപ്പോളും നിങ്ങൾക്കായി കൊണ്ടുവന്നതല്ലേ? നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചോളൂ. ഞാൻ പിന്നീട് വാങ്ങിക്കോളാം. ഇപ്പൊ എല്ലാവരും റൂമിലേക്ക് ചെല്ലേ. മുത്തശ്ശ, ഓപ്പോളെ, ഞങ്ങളെന്നാ പോട്ടെ. നന്നായി പഠിച്ചു വളർന്ന് നല്ല കുട്ടികളായി വരിക. ഈശ്വരൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ പൊയ്ക്കോളൂ. ദാ ഞങ്ങളും ഇറങ്ങാം. എന്നാ രാത്രിയിലെ യാത്ര ചോദിക്കുന്നില്ല. ശുഭരാത്രി. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? എന്തു പറ്റി തിരുമേനി? ഈ ഗേറ്റിന് എത്ര താഴുണ്ട്? ഗേറ്റിന് ഒരു ലോക്കല്ലേ ഉണ്ടാവൂ. ഒന്നേ ഉള്ളൂ. ഈ ഹോസ്റ്റലിന് അത് പോരാ. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥലമല്ലേ? ഈ ഗേറ്റ് നിങ്ങൾ ഇരട്ടത്താഴിട്ട് പൂട്ടണം. ശ്രീദേവി, പുറപ്പെടാം. ഡോക്ടർ, അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം നിമിത്തങ്ങൾ കണ്ട് പ്രവചിക്കുന്ന ആളല്ലേ. ആ തോന്നലിൽ പറഞ്ഞതാവാം. അത് കാര്യമാക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങുന്നു.
ഗുഡ് നൈറ്റ്. ഓക്കെ ഡോക്ടർ, ഗുഡ് നൈറ്റ്. ആ. അമ്പിളി, ഈ വണ്ടി പോയിട്ട് ഗേറ്റ് ലോക്ക് ചെയ്തേരെ. ശരി മാഡം. നിന്റെ വീട്ടിന്നേ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് തുറന്നു നോക്കിയാലോ? പിന്നെ നോക്കാടി. ഒന്ന് തുറന്നു കാണിക്കടി. നല്ല നാടൻ ഐറ്റംസ് ആയിരിക്കും. നിന്റെ മനയിലെ രുചി ഓർത്തിട്ട് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുവാ. ഞാനൊന്ന് റിലാക്സ്ഡ് ആവട്ടെടി, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ നല്ല മണം. ഞങ്ങളിത് കഴിക്കാതിരുന്ന നിന്റെ മുത്തശ്ശനും ഓപ്പോളിനും വിഷമാവില്ലേ? ഞങ്ങള് കഴിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ആർത്തി കാണിക്കാതെ. ഇതെല്ലാം നാളെയും കഴിക്കാലോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്റെ വീട്ടിൽ നിന്നാരും ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവരാറില്ല. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കണ്ടപ്പോ അത് എന്റെ വീട്ടിൽ നിന്നാന്ന് തോന്നിപ്പോയി. ഞങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നതായി നിനക്ക് ഓർമ്മയുണ്ടോ വെറുതെ? അയ്യോ, തമ്മി കാണുമ്പോ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചോണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരുന്ന പേരൻസ് എന്റേത്. എന്റെ അമ്മയുടെ കൈകൊണ്ട് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി തന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഷൈനി, കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാര് വന്ന് അവർക്ക് ഫുഡ് വാരി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണയെങ്കിലും എന്റെ അമ്മയോ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അടുത്ത് നിൽക്കുന്നില്ല എന്ന് പോലും എന്റെ അമ്മ ഓർക്കാറില്ലെന്ന്. കിരൺ, നിന്റെ മുത്തശ്ശനും ഓപ്പോളൊക്കെ വല്ലപ്പോഴെങ്കിലും നിന്നെ കാണാൻ വരുമ്പോ എന്നെ കാണാൻ എന്റെ ആരും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്നേഹം എന്താന്ന് നിന്റെ മുത്തശ്ശൻ എന്നെ തലോടുമ്പോഴൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാ എന്റെ പപ്പ എന്നെ ചേർത്ത് പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. നിന്റെ വീട്ടുകാര് ഞങ്ങളുടെ കൂടെ വീട്ടുകാരാടി. അവര് കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾക്കും കൂടിയാ. നീ അങ്ങനെ പറയരുതായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ളതല്ലേ? ഇതെടുത്ത് കഴിക്കാൻ നിങ്ങൾ എന്തിനാ എന്റെ അനുവാദം ചോദിക്കുന്നേ? അനുവാദം ചോദിക്കുമ്പോഴല്ലേ നമുക്കിടയിൽ അകലം വരുന്നേ?